പഴയ നിയമത്തിൽ ആദ്യം കാണുന്ന സൂചന എന്ന് പറയുന്നത് പിതാവായിരിക്കുന്ന യാക്കോബ് തന്റെ യൗവനപ്രായത്തിൽ സ്വന്തം വീട്ടിൽ നിന്ന് ഒളിച്ചോടി പോകുന്ന സമയത്ത് യാത്രാമധ്യേ സന്ധ്യയായി ഒരിടത്ത് അദ്ദേഹം വിശ്രമിച്ചു. അവിടെ അദ്ദേഹം അന്ന് കിടന്ന് ഉറങ്ങി. ഒരു പ്രത്യേക സാഹചര്യത്തിൽ അദ്ദേഹം പോകുന്നത് കൊണ്ട് യാതൊരു സാധന സാമഗ്രികളും ഇതിന്റെ പക്കലില്ലായിരുന്നു. പക്ഷെ ദൈവം അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. ഒരു കല്ല് തലയണയായി വെച്ച് ആ കല്ലിലെ തലയണയായി വെച്ച് അങ്ങനെ കിടന്നുറങ്ങുകയാണ് ചെയ്തത്. ഉറക്കത്തിൽ അദ്ദേഹം ഒരു ദർശനം കാണുന്നുണ്ട്. ഭൂമിയിൽ നിന്ന് സ്വർഗത്തോളം വരുന്നൊരു ഗോവേണി. ആ ഗോവേണിയിലൂടെ മാലാഖന്മാർ സ്വർഗത്തിലേക്ക് കയറുകയും അവിടെ നിന്ന് ഇറങ്ങുകയും ചെയ്യുന്ന ദർശനമാണ് കണ്ടത്. അത് കണ്ടപ്പോൾ യാക്കോബ് വളരെ പെട്ടെന്ന് ഞെട്ടി എഴുന്നേറ്റ് എന്റെ ദൈവമേ, ഒരു ദൈവമുള്ള സ്ഥലമായിരുന്നല്ലോ എന്ന് പറഞ്ഞ് ആ കല്ല് തലങ്ങയായിട്ട് വെച്ച കല്ല് നിവർത്തി വെച്ച് അതിന്മേൽ എണ്ണ ഒഴിച്ച് ഒരു പ്രത്യേക പേര് അവിടെ അദ്ദേഹം വിളിക്കുകയാണ്. ഇത് ദൈവമുള്ള സ്ഥലം, ദൈവമുള്ള ഭവനം എന്ന അർത്ഥത്തിൽ അതിന് ബഥേൽ എന്ന് പേര് കൊടുക്കുന്നു. ബഥേൽ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം തന്നെ ബൈത്തോ ഈരിക്കുന്നതാണ്. ബൈത്തോ ഭവനം, ഈ ദൈവം, ദൈവത്തിന്റെ ഭവനം എന്ന ദൈവത്തിന് പേര് വിളിച്ചു. അന്ന് ദൈവത്തെ നേരെ കാണുക, സംസാരിക്കുക എന്നുള്ളത് വലിയ ഒരു അപകടകരമായ ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്ന കാലമാണ്. ഇത് ദൈവത്തിന്റെ ഭവനം ആണ് എന്ന് പറഞ്ഞു കഴിയും. അതിന് മുമ്പ് ആ സ്ഥലത്തിന്റെ പേര് ലൂസ് എന്നായിരുന്നു. പിന്നീട് അത് ബഥേൽ എന്ന് അറിയപ്പെടുന്നുണ്ട്. ഈ സംഭവം ദേവാലയത്തിന്റെ ആദ്യ സൂചനയായിട്ടാണ് പിതാക്കന്മാർ ചിത്രീകരിച്ചിട്ടുള്ളത്. ഭൂമിയിൽ നിന്ന് ഗോവേണി സ്വർഗത്തിലേക്ക് എത്തുന്നു എന്ന് പറയുന്നത് തന്നെ ദേവാലയത്തിന്റെ പ്രതീകമാണ്. അതില് മാലാഖന്മാർ കയറുന്നു, സ്വർഗത്തിലേക്ക് എത്തി, സ്വർഗത്തിൽ നിന്ന് മാലാഖന്മാർ ഇറങ്ങി വരുന്നു. അതിനെ നമ്മുടെ പിതാക്കന്മാരെ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഒരു ദേവാലയത്തിൽ ധാരാളം സ്തുതികളും സ്തോത്രങ്ങളും പ്രാർത്ഥനകളും ധൂപവും സ്വർഗത്തിലേക്ക് വരുന്നു. സ്വർഗത്തിൽ നിന്ന് ദൈവത്തിന്റെ അനുഗ്രഹം താഴോട്ടിറങ്ങുന്നു. അങ്ങനെ സ്വർഗവും ഭൂമിയും തമ്മിൽ ബന്ധിക്കുന്ന ഒരിടമാണ്. അതാണ് ബഥേൽ. അതാണ് യാക്കോബിന്റെ ഈ യാത്രയിൽ അദ്ദേഹം കണ്ടെത്തിയത്. പിന്നീട് ദേവാലയത്തിന്റെ ഒരു സങ്കല്പമായി കാണുന്നത് സഞ്ചരിക്കുന്ന ദേവാലയം എന്ന ആശയമാണ്. ഇസ്രായേൽ ജാതി ഉണ്ടായിരുന്നു. അവരെ 430 വർഷക്കാലം അവിടെ താമസിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് അവരെ സ്വാതന്ത്ര്യം നൽകിക്കൊണ്ട് ഇസ്രായേലിൽ നിന്ന് യഹോവ അവരെ വിടുവിക്കുകയാണ് കർമ്മ കഴിയുന്നത്. അങ്ങനെ ഈ 6 ലക്ഷം ജനങ്ങളെ അവിടെ നിന്ന് അടിമത്തത്തിൽ സ്വാതന്ത്ര്യമാക്കാൻ ഒരു നായകൻ ആവശ്യമായിരുന്നു. ആ നായകസ്ഥാൻ യഹോവ കണ്ടെത്തിയത് മോശയിലാണ്. മോശ നന്നായി സംസാരിക്കാൻ അറിയുന്നതാണ്. അദ്ദേഹം വിക്കി സംസാരിക്കുകയാണ്. മാത്രമല്ല, നേരത്തെ ഇസ്രായേലില് ഒരു അടിപിടി കേസിൽ പൃഥ്വി ചെയ്തിട്ട് ഒരാളെ ശരിപ്പെടുത്തിയ തലമുടി ആളാണ്. അവിടേക്ക് തന്നെ വീണ്ടും പോകാനാണ് ദൈവം മോശയോട് പറയുന്നത്. ജനങ്ങളുടെ നേതൃത്വം ഏറ്റെടുത്ത് ഈ ജനത്തെ ഇസ്രായേലിൽ നിന്ന് കനാൻ നാട്ടിലേക്ക് നയിക്കാനുള്ള വലിയൊരു ചുമതല യഹോവ ഏൽപ്പിക്കുകയാണ്. മോശ പറഞ്ഞു, എന്നെക്കൊണ്ട് ഇതിനാകില്ല. പല തടസ്സവാദങ്ങൾ പറയുന്നുണ്ട്. ഒന്നാമത് സംസാരിക്കാനല്ല, വിക്കി മാത്രമേ സംസാരിക്കുള്ളൂ. മാത്രമല്ല, എന്ന് പറഞ്ഞാൽ ജനങ്ങൾ അതിനെ അനുസരിക്കാൻ പോകുന്നില്ല. പക്ഷെ അതിനെല്ലാം യഹോവ മറുപടി പറയുന്നുണ്ട്. അവസാനം മോശ ചോദിച്ചു, ഞാൻ ഒരു വ്യവസ്ഥയുടെ പുറത്ത് ഇവരുടെ ഈ നായകസ്ഥാനം ഏറ്റെടുക്കണം, എന്റെ കൂടെ നിനക്ക് വരാമോ? വരാം. വീണ്ടും മോശ ചോദിക്കുന്നു, നീ വരാമെന്ന് പറഞ്ഞിട്ട് ചതിക്കരുത്. കാരണം തെളിവുള്ളത് നിന്റെ കയ്യിൽ ആടിനെ ഒരു വടിയുണ്ട്. ആ വടി താഴെ ഇട്ടപ്പോൾ അത് വലിയ സർപ്പമായി. മോശ ഒറ്റ ഓട്ടം കൊടുത്തു പേടിച്ചിട്ട്. അതുപോലെ നീ ഓടുകയൊന്നുമില്ല, അതിന്റെ വാല പിടിച്ച് കഴിഞ്ഞിട്ട് അത് വീണ്ടും നിന്റെ ആടിന്റെ കയ്യിൽ നിന്ന് വടി കഴിക്കുന്നു. അങ്ങനെ
ഒന്ന് രണ്ട് തെളിവുകൾ സമ്പാദിച്ച് മോശ ജനത്തിന്റെ നേതൃത്വം ഏറ്റെടുത്ത് അവരെ അവിടെ നിന്ന് ഉദ്ധരിച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്കറിയാം. 10 ഭാഗങ്ങളൊക്കെ അങ്ങനെ പോകുമ്പോൾ മോശ പറയുന്നത് എന്നോടൊപ്പം വരുന്നു എന്ന് പറയുന്നത് എങ്ങനെയാണ്? യഹോവ പറഞ്ഞു, രാത്രി സമയത്ത് ഒരു വലിയ സൂര്യ വെളിച്ചം അഥവാ അഗ്നിസ്തംഭം നിന്റെ മുന്നിലുള്ളതാവും. പകൽ സമയത്ത് വഴികാട്ടുന്നതിന് ഒരു മേഘസ്തംഭം ഉണ്ടായിരിക്കും. അത് ഞാനാണ്, നിന്നോടൊപ്പം ഞാൻ കാണും. അങ്ങനെ സഞ്ചരിക്കുന്ന ദേവാലയം ഒരു ആശയത്തോടെ തനിയെ ഉണ്ടാകുന്നത്. ആ യാത്രയിലൊക്കെ യഹോവയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അങ്ങനെ കുറെ കഴിഞ്ഞ് വരകത്ത് ചെല്ലുമ്പോഴാകുമ്പോൾ വെള്ളമില്ലായിരുന്നു, വരകത്ത് ചെല്ലുമ്പോൾ ഭക്ഷണമില്ലായിരുന്നു. കുറെ കഴിഞ്ഞപ്പോൾ സ്ഥിരമായി പർവ്വതത്തിൽ മലയുടെ അടുത്ത് വന്നപ്പോൾ 10 കൽപ്പനകളൊക്കെ എഴുതി കൊടുക്കുന്നുണ്ട്. ആ കൽപ്പന പ്രത്യേകമായ ചുരുളിൽ പ്രത്യേകമായി സൂക്ഷിക്കാൻ പറയുന്നുണ്ട്. അതിനൊരു പേടകം ഉണ്ടാക്കാൻ പറയുന്നുണ്ട്. ആ പേടകത്തൊരു പെട്ടകത്തിൽ വെച്ച് നിങ്ങൾ ചുമന്നുകൊണ്ട് പോകണം. എന്റെ സാന്നിധ്യം അതാണ്. മന്നയാണ് നമ്മൾ ഭക്ഷണമായിട്ട് കൊടുത്തത്. ആ മന്ന മൺപാത്രത്തിൽ വെച്ച് ഈ പേടകത്തെ സൂക്ഷിക്കാൻ പറയുന്നത്. ആ പേടകം പിന്നെ സാക്ഷ്യപെട്ടകം എന്ന പേരിലേക്ക് വികസിപ്പിക്കുന്നത്. ഇതെല്ലാം ദേവാലയത്തിന്റെ സൂചനകളാണ് ഈ പ്രാർത്ഥനകളിൽ ഉദാഹരണമായി രേഖപ്പെടുത്തുന്നത്. അങ്ങനെ ഈ സാക്ഷ്യപെട്ടകം അത് കഴിഞ്ഞ് കൂടാതെ സമാധാനം കൂടാതെ ആ നിലയിൽ തന്നെ പിന്നെ ദേവാലയത്തിന്റെ ഒരു വികസന ഒരു പരിണാമം അങ്ങനെ വലിയ വലുതായി വന്ന് ഇവരെ ഈ സാക്ഷ്യപെട്ടകം കൊണ്ട് കലാകാണിച്ചിരുന്നു. അവിടെ ഈ സമാധാന കൂടാരം പ്രവഹിച്ചു. പിന്നീട് മോശയുടെ നേതൃത്വം കഴിഞ്ഞു. പിന്നീട് യോശുവയുടെ നേതൃത്വം വന്നു. തുടർന്ന് രാജാക്കന്മാരുടെ കാലം വന്നു. ശൗൽ രാജാവ്, ആദ്യത്തെ രാജാവ്, പിന്നീട് ദാവീദ് രാജാവിന്റെ കാലം. ദാവീദിനോടൊപ്പം ദൈവമുണ്ടായിരുന്നു. എല്ലാ ശത്രുക്കളുമായി യുദ്ധം ചെയ്ത് ഇത് ദൈവത്തിന്റെ ജനത്തെ അവിടെ സ്ഥിരപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ രാജാവ് മനസ്സിൽ വിചാരിച്ചു, എനിക്ക് നല്ല കൊട്ടാരമുണ്ട്, ശത്രുക്കളെ ഒക്കെ ഞാൻ തോൽപ്പിച്ചിട്ടുണ്ട്, ഇതൊക്കെ യഹോവയാണ് എന്റെ കാരണക്കാരൻ. പക്ഷേ ഞാൻ കൊട്ടാരത്തെ വസിക്കുന്നു, എന്നെ ഈ സ്ഥാനത്തേക്ക് എത്തിച്ച യഹോവ കൂടാതെ വസിക്കുന്നു. അതുകൊണ്ട് യഹോവയ്ക്ക് നല്ല വീട്, നല്ലൊരു കൊട്ടാരം പണിയണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. സാമഗ്രികളെല്ലാം ഒരുക്കി. ഇത് പണിയാൻ അനുവാദം വഹിച്ചിട്ട് പറഞ്ഞു, നീ പണിയിട്ടില്ല, കാരണം നിനക്ക് പണിയാൻ ആകത്തില്ല, നീ വേണ്ട, എനിക്ക് സമ്മതം എന്ന് പറഞ്ഞ് നിന്റെ മകൻ സേവനെല്ലാം പണിയെന്ന് പറയുന്നത്. സർവ്വം അത് പണിയുകയും ചെയ്തു. അതാണ് സ്ഥിരതയുള്ള ദേവാലയങ്ങളുടെ സങ്കല്പത്തിലേക്ക് പിന്നെ വരുന്നത്. അപ്പോൾ സഞ്ചരിക്കുന്ന ദേവാലയം അത് പരിണമിച്ച് പരിവർത്തനത്തിൽപ്പെട്ട് പിന്നീട് അത് സ്ഥിരതയുള്ള ദേവാലയത്തിലേക്ക് എത്തിച്ചേരുന്നു. ഇതാണ് പഴയ നിയമകാലത്തെ ദേവാലയ സങ്കല്പം. പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ കർത്താവ് പറഞ്ഞു, ഒരിക്കലും പറഞ്ഞു, യെരൂശലേം ദേവാലയത്തെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഈ ദേവാലയം ഞാൻ 3 ദിവസം കൊണ്ട് ഇടിച്ചു കളഞ്ഞ് പൊളിച്ച് മാറ്റി ഒരു പുതിയ ദേവാലയം പണിയുമെന്ന് പറഞ്ഞു. അപ്പൊ ചോദിച്ചു, 46 വർഷം കൊണ്ട് ഞങ്ങൾ പണ്ട് ഈ ദേവാലയം 3 ദിവസം കൊണ്ട് നീ തകർത്ത് പുതിയ ദേവാലയം പണിയുമെന്ന് പറയുന്നത് എന്താണ്? അവിടെ രേഖപ്പെട്ടിരിക്കുന്നത് ക്രിസ്തു യേശുവിന്റെ ശരീരമാകുന്ന ദേവാലയം എന്ന ആശയമാണ്. ഈ കാര്യം തന്നെയാണ് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ വലിയ ലേഖനത്തിലെ 1-ാം ലേഖനം 1-ാം പറയുന്നു, നിങ്ങളെല്ലാവരും ഓരോ ദേവാലയമാണ് വിവാദത്തിലുള്ളോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇവിടെ നിങ്ങൾ മണ്ണും കല്ലും കരവും ഒക്കെ ഉപയോഗിച്ച് മനോഹര ദേവാലയം പണിയുന്നു. അത് വർഷത്തിൽ ഓരോ കർഷകർക്കാർ വികാസം ചെയ്യുന്നു, ശുദ്ധീകരിക്കുന്നു, ദൈവത്തിന്റെ സാന്നിധ്യം ഉറപ്പാക്കുന്നു. അതോടൊപ്പം തന്നെ നിങ്ങളെല്ലാവരും ഓരോ ദേവാലയത്തെ ചുമന്ന് ഉള്ളിൽ പണിച്ച് ജീവിക്കുന്നവരാണ് എന്ന് ഓർക്കുക. അതാണ് വളരെ പ്രധാനമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ താഴെയും അടുത്ത പുറം ചോദിച്ച് കവാടങ്ങളൊക്കെ കുറ്റം ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് അവസാനം പറയുന്നത്, ഈ ദേവാലയത്തെയും ഞങ്ങളെയും വാഴ്ത്തി വിശദീകരിക്കണമേ എന്നുള്ള ഒരു പ്രത്യേക വാചകം ചൊല്ലിക്കൊണ്ടാണ് മൂറം ഉപയോഗിച്ച് കവാടങ്ങൾ ദൈവ ആ ഗതിയിൽ മുദ്ര ചെയ്യുന്നത്.
ഇതാണ് ഇന്ന് ആദ്യമായിട്ട് നടക്കുന്ന ശുശ്രൂഷയുടെ കാലം. ഇന്ന് അതിന് മുൻപായിട്ട് തന്നെ ഒരു ശിലാസ്ഥാപന ശുശ്രൂഷയുണ്ട്. ശിലാസ്ഥാപനം എന്ന് പറയുന്നത് ഈ ദേവാലയം പണിയുന്ന കാലത്ത് നിങ്ങൾ വാഹനമെടുത്ത് പ്രാർത്ഥിച്ച് പണിതാണ്. പക്ഷെ അതുപോലെ ഇതിനൊരു അടിസ്ഥാന മൂലക്കല്ല് സ്ഥാപിച്ച് അതിന്മേലാണ് ദേവാലയം ചെയ്യുന്നത് എന്നാണ് പിതാക്കന്മാർ പറയുന്നത്. അതിനെ 6 നീളവും 6 വീതിയും 6 ഉയരവുമുള്ള ഒരു ശില അഥവാ ഒരു കല്ല്, അതിന്റെ മുകൾ തലത്തില് 2.5 ഇഞ്ച് നീളം, 2.5 ഇഞ്ച് വീതി, 2.5 ഇഞ്ച് ആഴമുള്ള ഒരു കുഴി വെക്കുന്നു. ആ കുഴിക്കകത്ത് ഒരു വെള്ളിച്ചെറുപ്പ്, ആ വെള്ളിച്ചെറുപ്പിനകത്ത് 12 ചെറിയ കല്ലുകൾ ഒരു ശ്രീവായും അടക്കം ചെയ്യുന്നു. ഈ 6 ഇഞ്ച് നീളം വീതിയുള്ള കല്ലെന്ന് പറയുന്നത് ക്രിസ്തുവിനെ സൂചിപ്പിക്കുന്നു. അതിനകത്ത് അടക്കം ചെയ്യുന്ന 12 ചെറിയ കല്ലുകൾ 12 അപ്പോസ്തലന്മാരെ സൂചിപ്പിക്കുന്നു. ശ്രീവ കർത്താവിന്റെ ഉത്സവത്തിന്റെ സ്ഥാനത്തിനോട് കാണും. അങ്ങനെ മുദ്രിക്കമണിയും ചേർത്ത് കൊടുക്കും. ആ മുദ്രിക്കമണിയിൽ വിശ്വാസികളുടെ സാന്നിധ്യത്തെ സൂചിപ്പിക്കുന്നു. ഇതെല്ലാം പിതാക്കന്മാരെ അതുപോലെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അങ്ങനെ ദേവാലയം സ്ഥാപിക്കുന്നത് യേശുക്രിസ്തുവാകുന്ന മൂലക്കല്ലും അപ്പോസ്തലന്മാരാകുന്ന 12 ചെറുകല്ലുകളും വിശ്വാസികളാകുന്ന മുദ്രിക്കമണികളും കൂടെ ചേർത്ത് ത്രോണോസിന്റെ കിഴക്ക് വശത്ത് താഴെ പ്രത്യേകമായ ഒരു കുഴിയെടുത്ത് അവിടെ ഈ ശില സ്ഥാപിക്കുന്നു. ആ ശുശ്രൂഷയ്ക്ക് ഏകദേശം 1 മണിക്കൂർ സമയദൈർഘ്യം ഉണ്ടാകും. എന്നാൽ ഈ ദേവാലയത്തിന് അത്രയും ശിലാസ്ഥാപന ശുശ്രൂഷ ആവശ്യമില്ല. കാരണം പഴയ ദേവാലയത്തിന് ഇതുപോലെ ശുശ്രൂഷ നടത്തിയ അഭിഷേകം ചെയ്ത അടിസ്ഥാന കല്ലുകളിരിക്കുന്നുണ്ട്. അത് ഒന്ന് ആഘോഷിച്ച് വിട്ട് മാത്രമേ ചെയ്യാവൂ. കാരണം മോഹൻ അഭിഷേകം ചെയ്ത കാര്യം വീണ്ടും മോഹൻ അഭിഷേകം ചെയ്യാൻ പാടില്ല. പരിശുദ്ധ മോഹൻ 2 കാര്യത്തിനും വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഒന്ന് കുടുംബ മാമോദിസായിലെ, 2 ദേവാലയത്തിന്റെ ഈ ഉദാസീനമാണ്. അതുകൊണ്ട് ആ ഉദാസീനകൾ മോഹൻ അഭിഷേക ശുശ്രൂഷകൾ ആവർത്തിക്കാൻ പാടില്ല. അതുകൊണ്ട് ഇന്ന് ഈ അടിസ്ഥാനത്തിൽ നിക്ഷേപിക്കുന്ന ആ പ്രത്യേക ശുശ്രൂഷ അതിന്റെ കുറെ ഭാഗം ഒഴിവാക്കിക്കൊണ്ട് ഒരു ആഘോഷം നടത്തി തെശൂരിന്റെ വിഭാഗത്തിന്റെ ആഘോഷം നടത്തി അവിടെ സ്ഥാപിക്കുക മാത്രമേ ഇന്ന് ഇവിടെ ചെയ്യുള്ളൂ. ഇതുപോലത്തെ അടിസ്ഥാന സ്ഥിതി ഇല്ലാത്ത ദേവാലയമാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞതെല്ലാം ചെയ്യുകയും വേണം. നാളത്തെ പിന്നീട് ചെയ്യുന്നത് നാളെ നടത്താനുള്ള മൊത്തം ശുശ്രൂഷയുടെ ഇൻട്രോഡക്ടറി പാർട്ട് ആദ്യത്തെ ശുശ്രൂഷത്തിൽ നടത്തും. അതിന് 1 മണിക്കൂർ ദൈർഘ്യമുണ്ട്. ശിലാസ്ഥാപനങ്ങളിൽ മണിക്കൂറുണ്ട്. ഈ ആദ്യത്തെ ആമുഖ ശുശ്രൂഷയ്ക്ക് 1 മണിക്കൂർ, പിന്നെ അരമണിക്കൂറോളം സന്ധ്യാപ്രാർത്ഥന. അങ്ങനെ ഇന്നത്തെ മാത്രം 2.5 മണിക്കൂർ മിനിമം വേണം. ഞാൻ ഇപ്പോൾ ഈ പറയാനെടുത്ത സമയമൊക്കെ വേറെ ചെയ്യണം. ഇതാണ് ശുശ്രൂഷയുടെ കാതൽ എന്നുള്ളത് പ്രത്യേകമായിട്ട് ഓർക്കുക. പിന്നെ ചെയ്യാനുള്ളത്, ഇത് വളശ്ശേരിക്കാരുടെ ദേവാലയം എന്നാണ് നിങ്ങൾ പലപ്പോഴും പറയുക. പക്ഷെ ഇതിന്റെ ഉടമസ്ഥൻ പരിശുദ്ധ സഭയാണ്. ഇതിന്റെ ഉടമസ്ഥത നമുക്ക് പറയുന്നത് എന്റെ വഴി നമ്മുടെ വഴി പറയാം. പരിശുദ്ധ സഭയുടെ ഉടമസ്ഥതയാണ് ഇത് എന്ന് സൂചിപ്പിക്കാനൊക്കെ ഇതിന്റെ താക്കോൽക്കൂട്ടം സഭയുടെ പ്രധാന മേഖലയെ സഭകൾ അറിയിക്കുന്നത്. താക്കോൽക്കൂട്ടമോട് ഞാൻ ഈ ദേവത്തിൽ പോകുന്നതല്ല. ആ താക്കോൽക്കൂട്ടം നിങ്ങളുടെ ഇടപാടുണ്ടാകുന്നതായിരിക്കും. ഇടപാടുണ്ടാകുന്ന അതുപോലെ തന്നെ തിരിച്ച് വികാരിക്കും, വികാരിയെ തിരിച്ച് അത് സ്വന്തക്കാർക്കും ഏൽപ്പിക്കും. ഈ താക്കോൽക്കൂട്ടം അതിന്റെ സൂചന എന്ന് പറയുന്നത് ഉടമസ്ഥത പരിശുദ്ധ സഭയുടെ ആണെന്നുള്ള ആലോചനയാണ്. ആവശ്യപ്പെടുന്നത് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഈ താക്കോൽക്കൂട്ടം ഇപ്പോൾ നമ്മൾ ഏൽപ്പിക്കണമെന്ന് സ്നേഹപൂർവ്വം ഞാൻ ഓർമ്മിപ്പിക്കുന്നത്. ഇടവേള 3 ഫയൽസ് കമ്മിറ്റി സ്നേഹമാണ് അശ്വതിരാമൻ ഈ താക്കോൽക്കൂട്ടം ഇതുപോലെ തന്നെ നിങ്ങളെ മേടിച്ച് പരിധി നടത്തുന്ന ഇടപാടുകൾക്കായി ഞാൻ ഏൽപ്പിക്കുകയാണ്. അവരുടെ ധർമ്മത്തിൽ നിന്നും ഈ ദേവാലയത്തിന്റെ ഇപ്പോഴത്തെ വികാരിയായി
ഒന്നാമതായിട്ട് പരിശുദ്ധ നിർദ്ദേശിച്ചതുപോലെ ഇപ്പോൾ ഈ പരിശുദ്ധ കൽപ്പന പ്രകാരം ഇത് ഇടവക സ്നേഹിച്ചു ഇത് ഇടവക ക്രൈസ്താനി ഇപ്പോൾ ഏൽപ്പിച്ചു അടിയത്ത് മാധ്യമ അവരുടെ Gracias.